കടലും മലകളും നിറഞ്ഞ ഒമാനിലെ രണ്ട് സുന്ദര പ്രദേശങ്ങളാണ് കസബും മുസാണ്ടവും. എന്നാൽ മുസാണ്ടത്തേക്കാണ് കൂടുതലും സഞ്ചാരികൾ എത്തുന്നത്. അതിന് കാരണം ഇവിടേക്ക് പോകാൻ പലർക്കും വിസ വേണ്ട എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മലയാളികൾ അടക്കമുള്ള നിരവധി സഞ്ചാരികൾ മുസാണ്ടത്തെ കടൽ യാത്ര ആസ്വദിക്കാൻ ഇവിടേക്ക് എത്തുന്നുണ്ട്. നമുക്കും പോകാം ഒരു കടൽ യാത്രയ്ക്ക്. ദുബായിൽ നിന്നും ഫുജൈറയിലെ മസാഫി വഴി ആദ്യം ദിബ്ബയിലെത്തണം. ഏകദേശം 150-ലധികം കിലോമീറ്റർ ദൂരമുണ്ട് ദിബ്ബയിലേക്ക്. ഫുജൈറയുമായി അതിർത്തി പങ്കിടുന്ന ഷാർജയുടെ പ്രദേശമാണ് ദിബ്ബ. ഇവിടെ എത്തിയാൽ ഷാർജയുടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ട്രാവൽ ഏജൻസികൾ വഴി കിട്ടുന്ന അനുമതി പത്രമുണ്ടെങ്കിൽ പരിശോധനയ്ക്ക് ശേഷം മുസാണ്ടത്തിലേക്ക് പോകാം. റെസിഡന്റ് വിസക്കാർക്ക് മാത്രമാണ് അനുമതിയുടെ ആവശ്യം. സന്ദർശക വിസയിലെത്തുന്നവർക്ക് യഥാർത്ഥ പാസ്പോർട്ടും വിസിറ്റ്, ടൂറിസ്റ്റ് എന്നീ വിസകളുടെ പകർപ്പോ മതിയാകും. മീൻപിടുത്തവും കടൽ ടൂറിസവുമാണ് മുസാണ്ടത്തിലെ ഒമാനികളുടെയും വിദേശികളുടെയും പ്രധാന ഉപജീവനം. വർഷങ്ങളായി മുസാണ്ടത്ത് താമസമാക്കിയ ചില മലയാളികൾക്കൊപ്പമാണ് കടൽ യാത്രയ്ക്ക് ഞങ്ങൾ പുറപ്പെട്ടത്. ഹൽമിന ഹാർബറിൽ മീൻപിടുത്ത ബോട്ടുകൾക്കൊപ്പമാണ് മുസാണ്ടത്തിലെ കടൽ യാത്രയ്ക്കുള്ള ലോഞ്ചെന്നും ദോ എന്നും പേരുള്ള ബോട്ടുകൾ. ഫൈബറിലും തടിയിലും തീർത്ത ദോവിന് 2 തട്ടുകൾ. വിശാലമായ ഇരിപ്പിടങ്ങളും കുളിമുറിയും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. മുസാണ്ടത്തിലെ ഭൂരിഭാഗം ദോകൾക്കും 2 തട്ടുകളുണ്ട്. 150ഓളം ആളുകൾക്ക് ഒരേ സമയം ഇതിൽ യാത്ര ചെയ്യാൻ കഴിയും. ജസ്റ്റ് ആൾക്കാർക്ക് റിലാക്സ് ചെയ്യാനുള്ള ഏറ്റവും നല്ല അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ സ്ട്രോക്ലിംഗ്, സ്വിമ്മിങ്, പിന്നെ അതുപോലെ ബനാന ബോട്ട് റൈഡിങ്, സ്പീഡ് ബോട്ട് റൈഡിങ്, ഹൈയാക്ക് ബോട്ട് റൈഡിങ്, അതുപോലെ കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയർ, ഹജാർ മൗണ്ടൻസ്, പിന്നെ കടലിടുക്കുകൾ, നീന്താനും സ്വിമ്മിങ്ങുള്ള നല്ല അറ്റ്മോസ്ഫിയർ ഇവിടെ കിട്ടുന്നുണ്ട്. റിലാക്സ് ചെയ്യാൻ ഏറ്റവും നല്ല, അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത്. ഗൾഫ് കൺട്രീസ് ഏറ്റവും കൂടുതൽ വരുന്നത് എനിക്ക് മുസാണ്ട ടൂറിലേക്കാണ് ഏറ്റവും കൂടുതൽ കവർ ചെയ്യുന്നത്. കടൽ തീരത്തിറങ്ങാനും അത്യാവശ്യ ഘട്ടങ്ങളുണ്ടായാൽ പെട്ടെന്ന് കരയിലെത്താനും ഒരു സ്പീഡ് ലോഞ്ചും ദോവിനൊപ്പം എപ്പോഴും ഉണ്ടാകും. ഹൽമിന തുറമുഖത്തു നിന്ന് പുറപ്പെട്ട് കടലിടുക്കുകളിലൂടെ ലോഞ്ച് യാത്രികരെയും കൊണ്ട് ചെറുതിരമാലകളെ കീറിമുറിച്ച് മുന്നോട്ടു പോകും. ഇതിനിടയിൽ ഒരു വശം ഹജാർ മലനിരകളാണ്. ചാരനിറത്തിലുള്ള കട്ടികുറഞ്ഞ പാറകളാണ് കടലും കരയുമായി വേർതിരിക്കുന്നത്. മലമുകളിലുള്ള ഫിഷർമാൻ വില്ലേജും മറ്റും സഞ്ചാരികൾക്ക് പുതിയ കാഴ്ചകൾ തന്നെയാണ്. ദുബായ് പോലെയോ അല്ലെങ്കിൽ ഷാർജ പോലെ വലിയൊരു ടൗണോ ഒന്നുമല്ല, എങ്കിലും ഗ്രാമീണമായ, നല്ല കേരളത്തെ പോലെ ഗ്രാമീണമായ നല്ലൊരു പ്രദേശമാണ്. എല്ലാ കേരളക്കാർക്കും ഇവിടെ ഒന്ന് ആസ്വദിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു പ്രദേശമാണ് ഈ മുസാണ്ടം. ഞങ്ങൾ തന്നെ ഒരു 5-8 പ്രാവശ്യം വന്നിട്ടുണ്ട്. നല്ല രസമാണ്. ഗൾഫ് ഓഫ് ഒമാൻ എന്നാണ് ഇവിടുത്തെ കടൽ അറിയപ്പെടുന്നതെങ്കിലും ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗം തന്നെയാണ്. കടലിലിറങ്ങി കുളിക്കാനും കടൽ തീരത്ത് കുടുംബത്തോടൊപ്പം കുളിച്ചു രസിക്കാനും അവസരം നൽകുന്നുണ്ട് മുസാണ്ടം. ഞങ്ങൾ ദുബായിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും അപ്പുറമായി ഇത് നല്ലൊരു സ്ഥലമാണ്. എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഏരിയയാണ്. കൂടുതൽ ആളുകൾ ഇവിടെ വരണം. കസബ് ഒരു ഐലൻഡാണ്. ഐലൻഡ് ഒള്ളി നമുക്ക് സീയിൽ കൂടെയും എയറിൽ കൂടെ മാത്രമേ വരാൻ പറ്റത്തുള്ളൂ. ലാൻഡിൽ കൂടെ ഒരു കണക്ഷനും ഇല്ല. പിന്നെ ഈ കാണുന്ന മലയിൽ കൂടെ തന്നെ ഇപ്പോൾ റോഡ് വെട്ടുന്നുണ്ട് ലീമ ആയിട്ട് ബന്ധിപ്പിക്കാനായിട്ട്. ഈ ലീമ, കുംസാർ, മധ, ഡിബ്ബ, കസാബ്, ഈ 5 എണ്ണം കൂടുന്നതാണ് മുസണ്ടം റീജിയൻ എന്ന് പറഞ്ഞ് ഒമാന്റെ ഒരു പാർട്ടായിട്ട് കിടക്കുന്നത്. സിമന്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചുണ്ണാമ്പുകല്ലുള്ള മേഖലകൾ ധാരാളമുണ്ട് ഇവിടെ. ചെറുബോട്ടുകളിൽ ഇവിടെ എത്തി ചുണ്ണാമ്പുകല്ല് തൊട്ടുനോക്കി മനസ്സിലാക്കാം. സാഹസിക ഇഷ്ടപ്പെടുന്നവർക്കും മുസാണ്ടത്ത് നിരവധി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കോസ്റ്റ് വൈസ് നോക്കുമ്പോൾ ഏറ്റവും ചീപ്പസ്റ്റ് ആൻഡ് ബെസ്റ്റ് സർവീസ് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. അവര് ആൾക്കാർക്ക് എല്ലാവരും ഹാപ്പി ആവുന്നുണ്ട് ഇവിടെ തിരിച്ചു പോയി കഴിയുമ്പോൾ. പാറക്കിടയിലെ ചെറുഗുഹകളിൽ ബോട്ടുകളിൽ പോവാം. ഹോട്ടലുകളിലെ സ്വിമ്മിംഗ് പൂളുകളിലെ പോലെ അടിത്തട്ട് വരെ തെളിഞ്ഞു കാണാൻ കഴിയും ഇതിനുള്ളിൽ. മരുഭൂമിയിലെ നിരവധി കാഴ്ചകൾ കാണുന്ന ഗൾഫുകാർക്കും വിദേശികൾക്കും ഒമാനിലെ മുസാണ്ടം എന്തായാലും വ്യത്യസ്ത അനുഭവം തന്നെയാണ് പകരുന്നത്.